2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. 2 ഏലക്കായ തൊലികളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം. മൂന്നും കൂടി നന്നായി മിക്സ് ആകണം. ഇനി ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് മുന്തിരി കൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി മുന്തിരി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആൾക്കനുസരിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടണേ. ഇത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 6 എണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ. അതാണ് 2 മുട്ടക്ക് ഉണ്ടാക്കുന്നത്. നല്ലോണം തീ കൂട്ടി വെക്കണം, എന്നാൽ തെരിതെരിപ്പില്ലാതെ ഇതുപോലെ പീസ് പീസായിട്ട് കടിക്കാൻ കിട്ടുകയുള്ളൂ. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കണം. എന്നിട്ട് നന്നായി അത് പിഴിഞ്ഞു കൊടുക്കണം. ഇതേപോലെ മറ്റേ കൈ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ മുട്ട മിക്സ് വെച്ച് കൊടുക്കണം. ഉണ്ടെങ്കിൽ ചീസ് വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഉന്നക്കായനേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, കായയുടനേക്കാളും. ഇതേപോലെ തന്നെ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കണം. ഒരു ബ്രെഡ് എടുത്ത് 2 ഭാഗവും മുക്കിയിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുട്ട മിക്സ് വെച്ച് കൊടുക്കണം. ചീസ് ഉണ്ടായതുകൊണ്ട് വെച്ച് കൊടുത്തതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുക്കണം. ബോൾ ഷേപ്പിൽ ഏത് ഷേപ്പിലും ആക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ മറ്റെല്ലാം ചെയ്തെടുക്കണം. ഇനി എണ്ണ നന്നായി തിളച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വറുത്ത് പോരാ. ഉള്ളിലുള്ള മുട്ടയൊക്കെ വെന്തതാണ്, ഈ പുറം ഭാഗേ വേവാനുള്ളൂ. വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം കളഞ്ഞ് ടച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് എണ്ണയൊന്നും കുടിക്കില്ല. ഇത് ഉണ്ടാക്കാത്തവർ വിചാരിക്കും ഇത് എണ്ണ കുടിക്കുന്നു, എണ്ണയൊന്നും കുടിക്കില്ല. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചുവിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പവുമാണ്, ടേസ്റ്റുമാണ്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്ത് പോരണം, തീ കുറച്ച് വെക്കരുത്. എണ്ണ തീരെ കുടിക്കാത്തൊരു സ്നാക്കാണിത്. കൂടുതൽ പണിയൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത്. മൊത്തത്തിലിങ്ങനെ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചുമൊക്കെ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ 7 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ, രണ്ടാമതൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കുറവായത്. നിങ്ങൾക്ക് എത്ര ആളില്ലെന്ന് വിചാരിച്ചാൽ മുട്ട 2 എണ്ണം എടുക്കുന്നത് 4 എണ്ണം എടുക്കാം. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി പഞ്ചസാര എല്ലാം കൂട്ടിയെടുക്കാൻ നോക്കണം. ഇത്രയും ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മധുരവും ഇഷ്ടമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.